നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ദേശീയ പണിമുടക്ക് കൂടി എത്തിയിട്ടുണ്ട്. ഇന്ന് ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക്. ഇന്നിപ്പോൾ ഞാൻ നാട്ടിലല്ലത്, തിരുവനന്തപുരത്താണ്. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഹർത്താൽ ദിവസമൊക്കെ ഞങ്ങൾ എവിടേക്കെങ്കിലും കൂടലൂരോ ഊട്ടിയൊക്കെ പോകും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ ആണെങ്കിൽ വല്ല കാട്ടിലോ മലയിലോ പുഴ സൈഡിലൊക്കെ പോയി ഭക്ഷണമൊക്കെ വെക്കുകയാണ് ഉണ്ടാല്. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തായതുകൊണ്ട് നമുക്കിവിടെ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ നമ്മുടെ സഹപ്രവർത്തകനായ ദിനേശിന്റെ വീട്ടിൽ കൂടുകയാണ്. അതിന്റെ കാഴ്ചകളിലേക്ക് ഇന്നത്തെ ഒഴിവുവേള ആനന്ദകരമാക്കാൻ വേണ്ടി ദിനേശിന്റെ റൂമിലാണെന്നുള്ളത്. നമ്മുടെ KSRTC സ്വിഫ്റ്റിലെ എല്ലാ ജീവനക്കാരും ഇന്ന് കൂടിയിട്ടുണ്ട്. ഗുരുഭക്തിയൊന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത് 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്കും. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ വന്ന വേഷക്കിളി മകളെ തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന് കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. ഒന്നിരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. അതന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രോന്ന് പറഞ്ഞാ എന്താണോ തേയിലുള്ളിൽ കളിക്കാം. അതിട്ടങ്ങടെ കളിക്കും. എന്താ അവിടെ ഒരു കോട്ട് ഇടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നു. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. പോലെ അതെന്താ സാമ്പാറിന് താടി മീശ ഉണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അമ്മ തിരുവയറുള്ളി കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളി കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞിണി പ്രാവ്. വേണം എന്നൊരു വേണം ഈ കാട്ടിലെ തിരുനെല്ലിക്കാവിലെ ചെറുതെറ്റി തേപ്പഴം വരുകൾ കണ്ട് പണിമുടക്ക് ദിവസം എല്ലാവരും വയനാട് ദിനേശിന്റെ റൂമിലാണ് കൂടിയത്. കപ്പയും ചോറും ചിക്കനും വെച്ചു. നമ്മുടെ ഗസ്റ്റായിട്ട് HVS ശ്രീ രാജേന്ദ്ര സാർ വരികയും ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും ബായ്.